ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം കേട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു നമുക്ക് ദീർഘകാലം കേടുകൂടാതെ വെക്കാനുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കരിന്തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നികപ്പ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ, അതിൻ്റെ മഞ്ഞ കളറൊന്നും ആവത്തില്ല കേട്ടോ. എൻ്റെ ചക്കക്കുരു കുറച്ച് കളർ വ്യത്യാസം വന്ന കുരുവായിരുന്നു. ഞാൻ അത് റെഡിയാക്കി എടുക്കുമ്പോൾ സമയത്ത് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും വരത്തില്ല. നല്ല രീതിയിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ മൂടിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. വളരെ നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കത് കഴുകിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഞെരടി കഴുകുവാണെങ്കിൽ അതിൽ കട്ടി കൂടിയ ആ ഒരു പുറം തൊലി ഉണ്ടല്ലോ, നമ്മളുടെ അതായത് കറുത്ത തൊലിയുടെ കട്ടി കൂടിയ തൊലി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പോകുകയും ചെയ്യും. അപ്പം നല്ല വേഗത്തിൽ നമുക്ക് ചക്കക്കുരുവിൻ്റെ തോല് കളയാനും ഈ ഒരു ടിപ്പ് മൂലം സഹായകമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയമുള്ള സമയത്ത് ഇതുപോലെ ഒരുക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആവശ്യമുള്ള സമയത്ത് നമുക്ക് മെഴുക്ക് പുരട്ടിയോ തോരനോ, അതുപോലെ തന്നെ നമുക്ക് ചക്കക്കുരു വാങ്ങിയിട്ട് ഒഴിച്ചു കൂട്ടാൻ വയ്ക്കുമല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചക്കക്കുരു തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി കീറിയിട്ടതിന് ശേഷം കുക്ക് ചെയ്യുവാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. വെളുത്തുള്ളി നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുന്ന സമയത്ത് ഒരു അല്ലി എടുത്തിട്ട് നെടുവേ ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും. അരച്ച് ചേർക്കരുത്. അരച്ച് ചേർത്താൽ ഒരു വെളുത്തുള്ളിയുടെ വല്ലാത്തൊരു ടേസ്റ്റ് വരും. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലാതെ നമുക്ക് പയറ്, പരിപ്പ്, കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യുമ്പം ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ഗ്യാസ് ഉണ്ടാവത്തേ ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് കടച്ചക്കയുടെ സീസണാണ് അല്ലേ. കടച്ചക്ക ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കളറൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് എന്നുള്ളൊരു ടിപ്പ് പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടച്ചക്ക ഒന്ന് മുറിച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മുറിക്കുക. അപ്പോൾ അതിൻ്റെ കറിയൊന്നും നമ്മുടെ കൈകളിൽ പറ്റത്തില്ല. അതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കളയുക. അത് വെള്ളത്തിലിങ്ങനെ ഞെരടി കഴുകി കളയുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു നമ്മളുടെ കടച്ചക്കയ്ക്ക്. അതിൻ്റെ കളറും നല്ല തൂവെള്ള കളറിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കടച്ചക്ക വേവിക്കുമ്പോഴും അതിനകത്തും നമ്മളുടെ വെളുത്തുള്ളി ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. നെടുകയൊന്നിങ്ങനെ കീറിയിട്ട് കൊടുത്താൽ മതിയാകും. കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് അതിന് ഗ്യാസ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അരപ്പിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 2 പച്ചമുളകും, അതുപോലെ തന്നെ നമ്മളുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ, ഒരു 4 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആകും. കറിവേപ്പിലയും കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് 4 മണി കാപ്പിയുടെ കൂടെയും കഴിക്കാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ നാടൻ ഭക്ഷണം ഇങ്ങനെ രുചികരമായി നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ മറക്കരുത് കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ സമയത്ത് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ ധാരാളം വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാനെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.